ആത്മീയ വഴികാട്ടി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം പഠിച്ചു പാപത്തിൽ നിന്ന് മോചിതരാകുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന്. അതുകൊണ്ട് തന്നെ പാപമോചനം പ്രാപിക്കാനുള്ള സാധനങ്ങളാണ് ഹോളി യോഗയുടെ കാതൽ എന്ന് പറയുന്നത്. പാപമോചനം എന്ന് വെച്ചാൽ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോകുന്ന പാപങ്ങൾ, പാപം തന്നെയായ ദുസ്തഴക്കങ്ങൾ, ഇതിൽ നിന്നെല്ലാം മോചിതരായി ഒരു പുതിയ വ്യക്തിയായി നന്മയുടെ പാതയിൽ ജീവിക്കാൻ പ്രാപ്തരാകുക, അല്ലെങ്കിൽ സ്വതന്ത്രരാകുക. നല്ലൊരു മദ്യപാനി ആയിരുന്ന വ്യക്തി മദ്യപാനം ഉപേക്ഷിക്കുക, പിന്നെ കള്ളൻ മോഷണം നിർത്തുക, പരദൂഷണം പറയുന്ന വ്യക്തി മറ്റുള്ളവരുടെ നന്മ മാത്രം പറയുന്ന വ്യക്തിയായി മാറുക. ഇതാണ് മോചിതർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പാപ സ്വഭാവം മാറാൻ തീരുമാനമെടുത്താലും വീണ്ടും ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും. കാരണം പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഈ അടിമച്ചങ്ങലയിൽ നിന്ന് മോചിതരായാൽ മാത്രമാണ് സ്വതന്ത്രരാകുന്നത്. സിഗരറ്റ് വലിച്ചിരുന്ന ആൾ ഇനി മുതൽ ഞാനിത് തൊടില്ല തീരുമാനമെടുത്തു. പക്ഷേ കൂട്ടുകാരൻ ഒരുത്തൻ വലിക്കുമ്പോൾ ഒരു സിഗരറ്റ് തന്നു. എങ്ങനെ നിരസിക്കും? പ്രലോഭനത്തെ ജയിക്കാൻ കഴിയുന്നില്ല. ഒരു പ്രാവശ്യം കൂടി, ഇനി വേണ്ട, ഇനി ചെയ്യില്ല, തീരുമാനമെടുത്ത് തന്നെ വലിക്കുന്നു. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ വീണു പോകുന്നു. ഒടുവിൽ വലി നിർത്താൻ കഴിയാതെ വരുന്നു. ഏത് പാപമായാലും ഇങ്ങനെ തന്നെയാണ്. വചനം പറയുന്നു, നീ എന്തിനോട് തോൽക്കുന്നുവോ അത് നിന്നെ കീഴടക്കും. ഇവിടെ പാപത്തിൻ്റെ ബലപ്രയോഗത്തോട് ഒരു എതിർ ബലപ്രയോഗം നാം നടത്തേണ്ടി വരും. അതിനെ നാം പറയുന്ന വാക്കാണ് പോരാട്ടം. നാം നമ്മുടെ ജഡത്തോടും സാത്താനോടും നിരന്തരം പോരാടേണ്ടതായിട്ട് വരുന്നു. എന്നാൽ മാത്രമേ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കൂ. അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഉയരുക ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം. ആൾപ്പെരുപ്പത്തിൻ്റെ സ്ട്രെങ്ത് കാണിക്കാനും സെമിത്തേരിയിൽ അടക്കം ചെയ്യാനും കേമത്തോടെ കല്യാണം നടത്താനും ആഘോഷങ്ങൾ കൊണ്ടാടാനുമൊക്കെയാണ് സഭയെക്കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് സഭ നോക്കാതെ ഈ പറയുന്ന കാര്യങ്ങൾ സശ്രദ്ധം കേട്ട് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് ഈ ക്ലാസുകൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കുകാരാകുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, 1 കൊരിന്ത്യർ 9:27, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. പാപം ചെയ്യാതിരിക്കേണ്ടതിന് സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിച്ച് നിർത്തേണ്ടതായി അപ്പോസ്തലനായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ ബലഹീനരായ നമ്മുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒരു ഹോളി യോഗം സംഭവിച്ചതിന് ശേഷവും അതിൽ നിലനിന്നു പോകാൻ ഒരു ബലപ്രയോഗം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പോരാട്ടമെന്ന്. ചില കൂട്ടായ്മകളിൽ ഭാഷാപരത്തിൽ സ്തുതിച്ചുകൊണ്ട് കാണുമ്പോൾ ആ വ്യക്തി അഭിഷേകം കിട്ടി, പരിശുദ്ധാത്മാവിനെ കിട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭാഷാപരം കിട്ടിയതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അഭിഷേകം കിട്ടുമ്പോൾ, അതായത് ആത്മാഭിഷേകം കിട്ടുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുമെന്നത് സത്യമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ തന്നെ ആകണമെന്നില്ല. പരിശുദ്ധാത്മാവ് ആത്മമണ്ഡലത്തിലിറങ്ങി നമ്മുടെ സോളിനെ ഏറ്റെടുത്ത് ശരീരത്തെ ഏറ്റെടുക്കുന്നത് വരെ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ്. എന്നാൽ മറ്റു ആത്മാഭിഷേകം പുറത്തു നിന്ന് ഉള്ളിലേക്കാണ്. നാം 666 സാത്താൻ്റെ നമ്പറായി പറയുന്നതിൻ്റെ കാരണം 6 എന്ന് എഴുതുമ്പോൾ പുറത്തു നിന്ന് ഉള്ളിലോട്ടാണ് എഴുതുന്നത്. പരിശുദ്ധാത്മാവ് ആത്മമണ്ഡലത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ആ വ്യക്തികളിൽ ആദ്യം നടക്കുന്നത് വിശുദ്ധീകരണമാണ്. ഇങ്ങനെ
വചനാഭിഷേകം കിട്ടിയാൽ മാത്രമാണ് പാപത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് എത്തുന്നത്. ഈ പാപം എന്നിലുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതിനെ പലപ്പോഴും പാപത്തിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ഒക്കെ കടത്തിവിടുന്നു. ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷമാണ് നീതീകരണത്തിലേക്ക് നാം എത്തുന്നത്. ഇവിടെ നാം ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തരാകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മിൽ നിറവേറുവാൻ തുടങ്ങുന്നു. അടുത്തതാണ് തേജസ്കരണം. മരിച്ചതിന് ശേഷം നാം തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കപ്പെടുന്നതിനെയാണ് പറയുന്നത്. എന്നാൽ ദൈവ തേജസ്സിൽ നാം ജീവിച്ചിരിക്കെ തന്നെ നിമഗ്നമാകുന്നൊരവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ നാം എത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിലൂടെ അനേകരിലേക്ക് പ്രവഹിക്കപ്പെടുന്നത്. ഇവിടെ സാത്താൻ നമ്മുടെ അരികെ പോലും വരില്ല. ഇവിടെ പോരാട്ടവും കുറയും. സമാധാനത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒരുമിച്ച് വാഴുമെന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തി നിൽക്കും. ഈ അവസ്ഥയിൽ തന്നെ പരിശുദ്ധാത്മാവ് ശരീരം ഏറ്റെടുത്ത് തുടങ്ങുമ്പോൾ മാത്രമാണ് ആഭിചാരം എന്നത് നമുക്ക് ഫലിക്കാതെ ഇരിക്കുന്നത്. നമ്മുടെ പരിശുദ്ധാത്മാവിനെ ശരീരത്തെ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജഡം കീഴ്പ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ വന്നാൽ, മറ്റു ആത്മാവിന് നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. അതുകൊണ്ട് ആഭിചാരം നമുക്ക് ഏൽക്കപ്പെടും. ക്രിസ്ത്യാനിയാണ്, രക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. നാം ഒരു ബൈക്ക് ഓടിക്കണമെങ്കിൽ നമുക്ക് ബൈക്കിനെ കീഴ്പ്പെടുത്തുവാൻ ഒരു ബാലൻസ് കിട്ടേണ്ടതുണ്ട്. അതിന് പ്രാക്ടീസ് വേണം. അപ്രകാരം നമ്മിൽ വരുന്ന പരിശുദ്ധാത്മാവിന് നമ്മുടെ ജഡശരീരം വഴങ്ങി വരാൻ ഹോളി യോഗയുടെ സാധനകൾ ഉപകരിക്കും. ഹോളി യോഗയ്ക്ക് 5 പടികൾ കയറണം. ശരിയായ വിശ്വാസം, പരിജ്ഞാനം, മാനസാന്തരം, നവീകരണം, സമർപ്പണം. ഇതൊക്കെ വേണം. ഈ ശരിയായ വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ഈ കാണുന്ന സൃഷ്ടപ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്. അതുമാത്രമല്ല, ആ ദൈവത്തെ നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഹിതമറിയണം. സ്പിരിച്വാലിറ്റിയുടെ ആദ്യ ഭാഗമാണ് ദൈവത്തെ അന്വേഷിക്കുക എന്നത്. സങ്കീർത്തന ഭാഗങ്ങളിൽ ഒരു രസകരമായ ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്: സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം, എങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒരു കുറവും ഉണ്ടാകില്ല. സിംഹത്തിൻ്റെ കുട്ടികൾക്ക് ഇര കിട്ടാതിരിക്കുന്നത് തന്നെ നടക്കാത്ത കാര്യമാണ്. ഒരു സിംഹിക്ക് ഇര പിടിക്കാൻ വളരെ എളുപ്പം കഴിയും. ഇര പിടിക്കുന്നതിൽ സിംഹം മുൻനിരയിലാണ്. ആ സിംഹക്കുട്ടികൾ പോലും ഇര കിട്ടാതെ ഇരുന്നാലും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാം ലഭിക്കും. തീർച്ചയായും അത് സത്യം തന്നെയാണെന്ന് എൻ്റെ അനുഭവം തെളിയിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി കാണിച്ചത് കൊടുത്തത് കൊണ്ട്, അങ്ങനെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തിയത് കൊണ്ട് ഞാൻ വിശ്വാസത്തിൽ വന്നതല്ല. ഞാൻ ദൈവത്തെ അന്വേഷിച്ചു തന്നെയാണ് ഈ ജ്ഞാനത്തിൽ എത്തിച്ചേർന്നത്. മനുഷ്യൻ ഉണ്ടാക്കിയ ഈ രൂപമാണോ മനുഷ്യനെ ഉണ്ടാക്കുന്നത്? ഒരിക്കലുമല്ല. അത്തരം പൂജകൾ നിരർത്ഥകങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഉള്ളിലാണ് വാഴുക, വിഗ്രഹങ്ങളിലല്ല. അതുകൊണ്ടാണ് അമ്പലങ്ങളിലൊക്കെ വിഗ്രഹങ്ങൾക്ക് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. ഇത് എന്തിനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യനിലുള്ള പ്രാണനെ വിഗ്രഹങ്ങളിലേക്ക് പകരുന്നു. വലിയ യോഗാചാര്യന്മാരാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ദൈവാത്മാവ് മനുഷ്യനിലേക്ക് വരണമെങ്കിൽ പാപമുക്തി നേടിയ വ്യക്തിയാകണം. ശുദ്ധിയുള്ള ഹൃദയത്തിലാണ് ദൈവാത്മാവ് വാഴുക. പാപമുക്തി നേടണമെങ്കിൽ ആദ്യം പാപത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഒന്ന് നമുക്കറിയാം, പാപമുക്തി നേടിയാൽ ശിക്ഷ ഒഴിവാകും. നമ്മുടെ നാട്ടിൽ ശിക്ഷിക്കപ്പെടുന്നത് ഇവിടുത്തെ നിയമങ്ങൾ തെറ്റിക്കുമ്പോഴാണ്. നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന ഒരാൾക്ക് തൂക്കിലേറ്റി കൊല്ലാൻ വരെ കോടതി ശിക്ഷ നൽകും. അപ്രകാരം ദൈവരാജ്യത്തിനുമുണ്ട് നിയമങ്ങൾ. ഈ നിയമങ്ങൾ അനുസരിക്കാതെ വരുമ്പോഴാണ് നാം പാപം ചെയ്യുന്നത്. എന്നാൽ പിന്നെ
നിയമം അറിയാതിരുന്നാൽ പോരെ? ഒരിക്കലും ശരിയല്ല. കുറ്റം ചെയ്തിട്ട് അയ്യോ സാറേ എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ട്രാഫിക് പോലീസിൻ്റെ കയ്യിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെയല്ലേ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്? അപ്പോൾ പിന്നെ നിയമങ്ങൾ അറിയണം, അന്വേഷിക്കണം, ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കണം. പൂർണ്ണനായ ഗുരു യേശുക്രിസ്തു മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവി അലങ്കരിച്ചുകൊണ്ടും ജീവിതം കൊണ്ടും സ്നേഹം കൊണ്ടും അറിവ് കൊണ്ടും ഒരു പെർഫെക്റ്റ് ടീച്ചർ തന്നെയാണ് എൻ്റെ കർത്താവ്. ഇതിനേക്കാൾ വലിയൊരു ഗുരു ലോകം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിതവും സന്ദേശവും അടങ്ങുന്ന പുതിയ നിയമം ബൈബിൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഗ്രന്ഥമായി. ഞാനാണ് വഴിയും സത്യവും ജീവനും. യേശുക്രിസ്തുവിൻ്റെ ഈ വാക്കുകളിൽ ഒരു ഗുരുവിൻ്റെ സകലതും അടങ്ങിയിരിക്കുന്നു. വഴിയെന്ന് പറയുമ്പോൾ ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം. സത്യം എന്ന് വെച്ചാൽ ഏകം, ശരി എന്നൊക്കെയാണ്. അതായത് മറ്റൊന്ന് പകരം വയ്ക്കാനില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഒത്തിരി ജില്ലകളുടെ പേരുകൾ പറയാമെങ്കിലും ശരി ഉത്തരം ഒന്നേ ഉള്ളൂ, അത് തിരുവനന്തപുരം തന്നെയാണ്. അതുപോലെ അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. ജീവൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ എത്തിച്ചേരാനുള്ള ചൈതന്യം. ഈ താഴെ സഞ്ചരിക്കുവാൻ വലിയ ശക്തിയൊന്നും വേണ്ട, എന്നാൽ ഉയരത്തിലെത്താൻ കൂടുതൽ ശക്തി വേണം. ദൈവത്തിലെത്താൻ എക്സ്റ്റേണൽ പവർ ആവശ്യമുണ്ട്. ആ ചൈതന്യം നമുക്ക് ലഭിക്കാനാണ് കർത്താവ് ബലിയായത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഗുരുവും കർത്താവുമായി സ്വീകരിക്കുക. ഇതാണ് കരണീയമായിട്ടുള്ളത്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വാനമേഘങ്ങളിലൂടെ പോകുന്നത് 500 പേർ നോക്കി നിൽക്കെ ആയിരുന്നെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും കർത്താവ് ജീവിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളിലൂടെ തെളിവാകുന്നു. അടിയനും കർത്താവിൻ്റെ മഹിമ കണ്ട ഒരു സാക്ഷി കൂടിയാണ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ കോടതി നിയമം കർത്താവിൻ്റെ വചനങ്ങളാണ്. ഈ നിയമമനുസരിച്ച് ജീവിക്കാതിരുന്നാൽ ശിക്ഷിക്കപ്പെടും. മാനുഷിക കോടതി പോലും നിയമമനുസരിച്ച് ശിക്ഷ തരും. വ്യക്തി ആരായിരുന്നാലും അതൊന്നും നോക്കാറില്ല. അപ്പോൾ പിന്നെ നീതിമാനായ ദൈവത്തിന് ഒരു വ്യക്തിക്ക് വേണ്ടി നിയമം മാറ്റാൻ പറ്റുമോ? ദൈവിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകാതെ സമാധാനത്തിൽ ജീവിക്കാൻ ഒരു ഹോളി യോഗം ആവശ്യമുണ്ട്. അതിലേക്ക് ആനയിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. മാത്രമല്ല അതിൽ സ്ഥിരത ഉള്ളവരും ആകണം. ഞാനിത് പറയുമ്പോൾ ചിലർക്ക് തോന്നാം ഇത് മതം മാറ്റാനുള്ള പരിപാടിയാ. തെറ്റിദ്ധരിക്കണ്ട, എനിക്ക് ഒരു മതവുമില്ല, സഭയുമില്ല മാറ്റാൻ. പക്ഷേ മാറും നിങ്ങളുടെ ജീവിതം തന്നെ. രോഗിയാണെങ്കിൽ സൗഖ്യം കിട്ടും. സമാധാനമില്ലാത്ത ജീവിതമാണെങ്കിൽ ജീവിതം സമാധാനത്തിലാകും. ഡിവേഴ്സിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കും. ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ കൊതി വരും. നിങ്ങൾ മൊത്തം മാറും. മതം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, വർണ്ണം പ്രശ്നമല്ല, പണം പ്രശ്നമല്ല. അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഒരു പ്രതിബന്ധമാകുകയില്ല. ഒന്നും പ്രതിബന്ധമാകുകയില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊരു മുറി പോലും വേണ്ട. നിങ്ങളുടെ ശ്രീകോവിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അവിടെയാണ് പ്രതിഷ്ഠ. പൂജയ്ക്ക് പൂക്കൾ വേണ്ട, മെഴുകുതിരി വേണ്ട, ചന്ദനത്തിരി വേണ്ട, എണ്ണ വേണ്ട, കുന്തിരിക്കം വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. നിങ്ങളെ തന്നെയാണ് വേണ്ടത്. ശരിയായ വിശ്വാസത്തെക്കുറിച്ച് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഉദാഹരണ സഹിതം പറയുകയാണ്. ഒരച്ഛൻ +2 പഠിക്കുന്ന തൻ്റെ മകളോട് പറയുന്നു, മോളെ, നീ നല്ല മാർക്ക് വാങ്ങിയാൽ നിന്നെ വിദേശത്ത് ഡോക്ടറാകാൻ പഠിപ്പിക്കും. കുട്ടിക്ക് തൻ്റെ അച്ഛൻ്റെ വാക്തത്വത്തിൽ വിശ്വാസക്കുറവില്ല. അവളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പറഞ്ഞത് എൻ്റെ അച്ഛനാണ്,
പഠിക്കേണ്ടത് എൻ്റെ ആവശ്യം. പിന്നത്തെ അവളുടെ ശ്രദ്ധ മുഴുവൻ പഠനകാര്യത്തിലാണ്. ഒരല്പം പോലും അശ്രദ്ധ അവൾക്കില്ല. വാക്തത്വം കൊടുക്കുന്ന പിതാവിനറിയാം, അവൾ ശ്രദ്ധിച്ചാൽ അവൾക്കത് കഴിയും. അപ്രകാരം മകൾക്കും ഒരു ഉറപ്പുണ്ട്, എന്നെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ എൻ്റെ അച്ഛന് ത്രാണിയുണ്ട്. ആ ഉറപ്പാണ് വിശ്വാസം. അപ്രകാരം ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിക്കൂ, നിങ്ങൾക്ക് ലഭിക്കും. ഇത് പറയുമ്പോഴും നിങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്നത് എന്തോന്നാണോ അത് ലഭിക്കത്തില്ല. പക്ഷെ ഒന്നുറപ്പ്, നിങ്ങൾക്ക് തൃപ്തിയോടെ ജീവിക്കാം. പാപത്തിൻ്റെ ശിക്ഷയായ രോഗം, അനർത്ഥം, കളഭാരം, സമാധാനക്കുറവ്, ഇതിൽ നിന്നൊക്കെ മോചിതരാകാം. വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൂടുതൽ കടുപ്പിച്ച് തന്നെ പറയുക. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ്, വാക്തത്വത്തിലുമാണ്. മാനുഷിക പ്രവചനങ്ങളല്ല. എന്നാൽ പിന്നെ പ്രവചനപരം എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അത് അവിശ്വാസികൾക്കാണ്, പാപികൾക്കാണ്. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പ്രവചിച്ചില്ലേ? അപ്പോൾ ദാവീദിനുണ്ടായത് എന്താ? മാനസാന്തരമാണ് ഉണ്ടായത്. തൻ്റെ പാപത്തെക്കുറിച്ചാണ് പ്രവചിച്ചത്. പ്രവചനങ്ങൾ ചിലപ്പോൾ അത്ഭുതങ്ങളെ കൊണ്ടുവരും. അങ്ങനെ അത്ഭുതങ്ങളെ കണ്ട് വിശ്വാസത്തിൽ വന്നാലും പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാകില്ല എന്ന് പറയുന്നു. പാപത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കണം. ഒരിക്കൽ ഒരു തമിഴൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പണം പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടിയായിട്ട് വന്നു. അദ്ദേഹം എങ്ങനെയോ ചാലക്കുടി പോട്ട ആശ്രമത്തിലെത്തി. അവിടെ വെച്ച് ഒരു പിറവിയിലെ നടക്കാൻ കഴിയാത്ത ഒരു കുഞ്ഞ് ഒരു പ്രാർത്ഥനയുടെ സമയത്ത് നടക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് അത്ഭുതമായി. ഒരു ഹിന്ദു ആയിരുന്ന അയാളുടെ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അയാൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. പിന്നെ വീട്ടുകാരെ എതിർത്ത് ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചു. അയാൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ തുടങ്ങി. 2 പെൺകുട്ടികളുണ്ടായി. രണ്ടാമത്തെ കുട്ടിക്ക് 3 വയസ്സായപ്പോൾ ഒരു പനി വന്നു. അത് തലച്ചോറിനെ ബാധിച്ചു. അയാൾ പലിശ വാങ്ങി ഉണ്ടാക്കിയതെല്ലാം ചികിത്സയ്ക്ക് വേണ്ടി കളഞ്ഞു. കുട്ടിയുടെ തല ഓപ്പറേഷൻ ചെയ്ത് ട്യൂബ് വരെ ഇട്ടു. കുഞ്ഞിന് സൗഖ്യം കിട്ടിയില്ല. പിന്നീട് ജെറുസലേം ധ്യാനത്തിന് പോയി. പലിശപ്പണി നിർത്തി. പാപങ്ങളെല്ലാം എഴുതി കർത്താവിനോട് പറഞ്ഞ് ഉപേക്ഷിച്ചു. ആ മാത്രയിൽ തന്നെ കുഞ്ഞിന് സൗഖ്യം വന്നു തുടങ്ങി. പിന്നീട് കുഞ്ഞ് വളർന്നു. ഇദ്ദേഹം ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ തമിഴ് വിഭാഗത്തിൽ ശുശ്രൂഷകനായി. ആ മകളും അദ്ദേഹത്തോടൊപ്പമുണ്ട്, സഹായിക്കുന്നു അദ്ദേഹത്തെ. വിവാഹം കഴിക്കാൻ സാധിക്കില്ല, തലയിൽ ട്യൂബ് ഇട്ടതുകൊണ്ട് തന്നെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, വിശ്വസിക്കുന്നതിലല്ല കാര്യം, വിശ്വാസം അനുസരണയിലേക്ക് വരണമെന്ന് കൂടി പറയാനാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ആമേൻ.